ആരാ? പറഞ്ഞു വരുമ്പോൾ നമ്മൾ തമ്മിൽ ഒരുപാട് അടുക്കേണ്ടവരാ. പുറത്ത് നല്ല മഴ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വരും. ഈ രാത്രി തന്നെ വന്ന് ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ എന്ത് ചെയ്യാം, ആവശ്യം എന്റേതായി പോയില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേരിട്ട് തന്നെ വരണം. ഇവനെന്താ ഈ രാത്രി വന്ന് വേദാന്തം പറയുന്നതെന്നായിരിക്കും ഡോക്ടർ വിചാരിക്കുന്നത്. അത്രയ്ക്കും ആവശ്യമായതുകൊണ്ടാണ്. ഇനി എന്നെ പരിചയപ്പെടുത്താം. എബ്രഹാം, ഇടുക്കുള എബ്രഹാം. രാവിലെ ഞാൻ ഫോൺ ചെയ്തിരുന്നു. ഇപ്പോ അനന്തൻ സാറിന് മനസ്സിലായി കാണുമല്ലോ എന്റെ വരവിന്റെ ഉദ്ദേശം. മനസ്സിലായി, ശരിക്കും മനസ്സിലായി. ഫോണിൽ കൂടെ തന്നെ മറുപടിയും പറഞ്ഞിരുന്നതാണല്ലോ. അതെ, ഫോണിൽ കൂടെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നറിയാം. അതുകൊണ്ടല്ലേ നേരിട്ട് വന്നത്. ഒരു കയ്യബദ്ധം പറ്റിയതാ സാറേ. അവളീ നാട്ടിലെ മഹാപ്പിഴയാ. വിലയും മാന്യതയുമുള്ള എന്റെ നേരെ ഒരു പീറപ്പെണ്ണ് വെല്ലുവിളിക്കാന്ന് വെച്ചാൽ ദേഷ്യം വന്നപ്പോൾ ഞാൻ ഒരു അടി കൊടുത്തു. ദേ കിടക്കുന്നു ചത്തു പണ്ടാരം. ആ നശിച്ച പെണ്ണ് കാരണം ഞാൻ കുടുങ്ങിയില്ലേ. ഇനിയിപ്പോ ഡോക്ടർ വിചാരിച്ചാലേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എനിക്ക് അനുകൂലമായി ഒന്ന് തിരിച്ചാൽ മതി. ശരിയാ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു ചെറിയ തിരുത്ത് വരുത്തിയാൽ അരുന്ധതി കൊലക്കേസ് ആത്മഹത്യയായിട്ട് മാറും. പാവപ്പെട്ട പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തിട്ട് അടിവയറ്റിൽ ചവിട്ടി കൊല ചെയ്യുമ്പോൾ ഓർത്തില്ലായിരുന്നു ഒരിക്കുളെ താൻ കുടുങ്ങുന്നു. ഇനി ഇക്കാര്യം പറഞ്ഞ് ഇരിക്കുള്ള അവിടെ നിൽക്കണമെന്നില്ല, വെക്കോളൂ. അപ്പൊ എന്നെ അകത്താക്കി അടങ്ങുന്ന? അകത്താക്കുന്നതും പുറത്താക്കുന്നതും ഒക്കെ കോടതിയാണ്. ആരെന്നെ നിർബന്ധിച്ചാലും ചെയ്യുന്ന ജോലിയിൽ ഞാൻ മായം ചേർക്കില്ല. ഞാനൊരാൾ പറഞ്ഞുകൊണ്ട് മാത്രം താൻ അകത്തായിക്കൊള്ളണമെന്നില്ല. ഡോക്ടർ അനന്തൻ, ഒരു സാധാരണ ഗവൺമെന്റ് ഡോക്ടറെ കിട്ടുന്ന ശമ്പളം കൊണ്ടൊന്നും ഇക്കാലത്ത് ജീവിക്കാൻ കഴിയില്ല. ബ്ലാങ്ക് ചെക്കാണ്. ആവശ്യമുള്ള തുക എഴുതിയെടുക്കാം. ഇതുപോലെ കുറെ പോലീസുകാർക്കും നാട്ടുകാർക്കും ഒക്കെ കൊടുത്തതാ. അവരൊക്കെ എനിക്ക് വേണ്ടി സഹായിക്കാമെന്ന് ഏറ്റിട്ടുമുണ്ട്. ഇനിയിപ്പോ സാറിന് ബംഗ്ലാവായിട്ടോ എസ്റ്റേറ്റ് ആയിട്ടോ വേണമെങ്കിലും തന്നെ പോലുള്ള വൃത്തികെട്ടവന്മാരുടെ നക്കാപ്പിച്ച് വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ അത്രക്കാരനല്ല.